അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മി ചൊല്ലി ആടിനെ കറക്കാൻ തുടങ്ങി. അത്ഭുതം, അകിടൊട്ടിയ ആ ആട് പാല് ചുരത്താൻ തുടങ്ങി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കറക്കാൻ ഉപയോഗിക്കുന്ന പാത്രം നിറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സംഘത്തിലെ ഒരാൾക്ക് കുടിക്കാൻ കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനായിരിക്കാം. നബി നീട്ടിയത് അവർ താല്പര്യത്തോടുകൂടെ കുടിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹു കുടിച്ചു. ദാഹവും വിശപ്പുമെല്ലാം മാറി. പിന്നെയും പാത്രം നിറഞ്ഞു. നബി അടുത്തയാൾക്ക് കൊടുത്തു. പിന്നെയും കറന്നു. പിന്നെയും പാത്രം നിറഞ്ഞു. അത് മറ്റൊരാൾക്ക് കൊടുത്തു. അങ്ങനെ സംഘത്തിലുള്ള എല്ലാവർക്കും കൊടുത്തു. ആ കാഴ്ച കണ്ട് സ്തബ്ധയായി താൻ എന്തായി കാണുന്നത് എന്ന ഭാവേന നിൽക്കുകയായിരുന്നു വൃദ്ധയായ ആ ഉമ്മ. അവരെ ആ ഞെട്ടലിൽ നിന്ന് വിളിച്ചുണർത്തിയത് പാൽപാത്രമായിരുന്നു. ഇതാ കുടിക്കൂ. ആ ഉമ്മാക്കും കൊടുത്തു. നല്ല ദാഹവും പരവേശവുമെല്ലാം ഉണ്ടായിരുന്ന ഉമ്മ സന്തോഷത്തോടെ പാല് കുടിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും കറന്നു. പിന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചു. നബിയുടെ മാതൃക അതാണ്. നബിക്ക് നല്ല ദാഹമുണ്ട്. ആ സംഘത്തിലെ എല്ലാവരെയും പോലെ നബിക്ക് ദാഹമുണ്ട്. പക്ഷേ എന്നിട്ടും നബി ആദ്യം കുടിക്കുകയല്ല ചെയ്യുന്നത്. ഈ പ്രവാചകൻ അങ്ങനെയാണ്. ഇന്നമാ ബുഇസ്തു ലി ഉത്തമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഈ ദുനിയാവ് സ്വീകരിക്കുന്ന ഏറ്റവും മഹിതമായ ഉന്നതമായ സ്വഭാവങ്ങളെല്ലാം സമ്പൂർണമായി ഈ ലോകത്തിന് സമർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നബിയുടെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം വലിയ അച്ചടക്കം ഉള്ളടങ്ങിയിട്ടുണ്ടാകും. മഹോന്നതമായ സ്വഭാവം ഉള്ളടങ്ങിയിട്ടുണ്ടാകും. എല്ലാവരുടെയും ദാഹം തീർന്നു. നബി പിന്നെയും കറന്നു. അവിടെ ഉണ്ടായിരുന്ന പാത്രം നിറച്ചു വെച്ചു. അപ്പോഴൊന്നും എന്തെങ്കിലും ഒന്ന് പറയാനോ, നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കാനോ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്നാരായാനോ, എന്തെങ്കിലും ഒരു കുശലാന്വേഷണം നടത്താനോ ഒന്നും ആ വൃദ്ധയായ മാതാവിന് കഴിഞ്ഞില്ല. അത്രമാത്രം അത്ഭുതത്തിലായിരുന്നവർ. നമുക്ക് ആ രംഗം മനസ്സിൽ സങ്കല്പിച്ച് നോക്കിയാൽ നമുക്കും മനസ്സിലാവും, നമ്മളും സമ്മതിക്കും, ശരിയാണ്. കാരണം അത്രയും വൃദ്ധയായൊരു മാതാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ കാഴ്ചയാണത്. അങ്ങനെ ഒരു കാഴ്ച അവർ പ്രതീക്ഷിക്കുന്നേ ഇല്ലാത്തതാണല്ലോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് പിരിഞ്ഞുപോയി. അവർ പിരിഞ്ഞു പോയി. അവർ നടന്നകന്നു. അപ്പോഴാണ് മേക്കാൻ കൊണ്ടുപോയ ആടുമാടുകളുമായി ആ ഉമ്മയുടെ ഭർത്താവ് വന്നത്. ആ ഉമ്മയെ നമുക്ക് ഉമ്മു മഅബദ് എന്ന് വിളിക്കാം. അവരെ എല്ലാവരും അങ്ങനെയാണ് വിളിക്കാറുള്ളത്. ചരിത്രത്തിൽ അവരെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അവർ ബനു ഖുസാഅ വംശത്തിലെ ഒരു മാതാവായിരുന്നു. പിന്നീട് മുസ്ലിമത്തായി, സത്യവിശ്വാസിനിയായി മദീനയിലേക്ക് ഹിജ്റ പോയി. മദീന മുനവറയിലായിരുന്നു അവരുടെ അന്ത്യവിശ്രമമൊക്കെ. അവരുടെ ശരിക്കുള്ള പേര് ആത്തിക്ക എന്നാണ്. പക്ഷേ ചരിത്രത്തിൽ അവരെ പരതുമ്പോൾ നമുക്ക് ഉമ്മു മഅബദ് എന്നാണ് കാണാൻ കഴിയുക. ഏതായിരുന്നാലും ഉമ്മു മഅബദിൻ്റെ ഭർത്താവ്, അദ്ദേഹത്തിൻ്റെ പേര് അക്സും എന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്, അല്ല തമീം എന്നായിരുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷേ അബൂ മഅബദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അബൂ മഅബദ് എന്ന് വിളിക്കലാണ് ഏറ്റവും നല്ലത്. കാരണം ചരിത്രത്തിൽ അദ്ദേഹത്തിന് പ്രശസ്തി കിട്ടിയത് അങ്ങനെയാണ്. അവർ ആടുമാടുകളുമായി വന്നു നിൽക്കുമ്പോൾ വന്ന് കയറിയത് വലിയൊരു ഞെട്ടലിലേക്കാണ്. ഒന്ന്, പാത്രം നിറയെ പാലിരിക്കുന്നു. തങ്ങളുടെ ആട്ടിൻകൂട്ടത്തിൽ കറക്കാൻ പറ്റുന്ന ആടുകളെയൊക്കെ താൻ തിന്നാൻ കൊണ്ടുപോയതാണ്, തീറ്റയ്ക്ക് കൊണ്ടുപോയതാണ്. ഇവിടെയുള്ളത് ആകെ ഒരാടാണ്. അതിനൊരിക്കലും പാലുണ്ടാവില്ല. എന്നിട്ടും പാത്രം നിറഞ്ഞ് പാലിരിക്കുന്നു. ഒന്നത്. രണ്ട്, ഞാൻ സാധാരണ ആടുമാടുകളുമായി വരുമ്പോഴേക്കും തട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റ്
ഓരോ ആടുകളെയും അതിൻ്റേതായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ആക്കുകയും അവയ്ക്ക് വെള്ളമുണ്ടെങ്കിൽ അത് കൊടുക്കുകയും ഭർത്താവിനോട് കുശലാന്വേഷണങ്ങൾ നടത്തുകയും ഭർത്താവിനെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുള്ള സ്നേഹവത്സലയായ ഭാര്യ ഇളകുന്നില്ല. ഇരുന്നിടത്ത് ഒരേ ഇരിപ്പാണ്. മാത്രമല്ല, ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവർ ദൂരെ എങ്ങോ കണ്ണും നട്ടിരിക്കുകയാണ്. അത്രയും വലിയ സ്തബ്ധയായിരുന്നു അവർ. അത്രയും വലിയ അത്ഭുതമാണ് അവരവരുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത്. അബൂ മഅബദ് അടുത്തു വന്നു. ഉമ്മു മഅബദ്, എന്തു പറ്റി? എന്താണിതൊക്കെ? പറയൂ. ഉമ്മു മഅബദ് പറഞ്ഞു, കണ്ണ് വിജനതയിൽ നിന്ന് പിൻവലിക്കാതെ തന്നെ ഉമ്മു മഅബദ് പറഞ്ഞു, ഇവിടെ ഇപ്പോൾ കുറച്ചു മുമ്പ് ഒരാൾ വന്നു. അദ്ദേഹത്തോടൊപ്പം ഏതാനും ആൾക്കാരുമുണ്ടായിരുന്നു. അപ്പോഴും ഉമ്മു മഅബദിൻ്റെ കണ്ണ് അതേ വിജനതയിലായിരുന്നു. ആ കണ്ണ് വിജനതയിൽ പിടിപ്പിച്ചു വെച്ച് ഉമ്മു മഅബദ് ഓർത്തെടുത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.